സിനിമ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾക്ക് ശേഷം സിനിമ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും 28-ാം തീയതി പോയി കാണണം. ഇപ്പം എൻ്റെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അത് പറഞ്ഞാൽ ഇതൊരു നല്ല എനിക്കിഷ്ടപ്പെട്ട, അതായത് ഞാൻ ഈ KGF, പുഷ്പ, മാർക്കോ, അപ്പം ഞാൻ ഇങ്ങനത്തെ പടങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എത്രത്തോളം എനിക്ക് ഇഷ്ടമുണ്ടെന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എൻ്റെ ആസ്പെക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസിൽ ഒന്നാവും കാട്ടാളൻ എന്നുള്ളതിൽ എനിക്ക് സംശയമല്ല. അത്രയും വലിയ കാസ്റ്റാണ്, ക്രൂ ആണ്. അതായത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് രവി ബസൂർ സാറാണ്. അതായത് KGF-ന്റെയും മാർക്കോന്റെയും സലാറിന്റെയും മ്യൂസിക് ഡയറക്ടറാണ് കാട്ടാളന്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം ചില്ലറ പടമല്ല വരാൻ പോണത്. പക്ഷെ എന്താ വെച്ചാൽ ഇന്നെ വെച്ചിട്ട് കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം വളരെ ചെറിയ ടൈമിൽ ഞാൻ, അതുപോലെ തന്നെ നമ്മളെ ഷോൺ ആണെങ്കിലും ഹിപ്സ്റ്റർ ആണെങ്കിലും പിന്നെ കുറെ പുതിയ ചെക്കന്മാരുണ്ട്. അതായത് യൂത്ത് ചെക്കന്മാർ കുറച്ച് യൂത്ത് സെറ്റിന്റെ കുറച്ച് പരിപാടികൾ പടത്തിലുണ്ട്. അപ്പം നമ്മളെ ചെക്കന്മാർക്ക് എല്ലാവർക്കും നമുക്ക് വളരെ ചെറിയൊരു ടൈമാണുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് ലൈക്ക് ചെറിയ വളരെ കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടൈമേ നമുക്കുള്ളൂ. ഏതാനും മിനിറ്റുകളെ നമ്മൾ സിനിമയിലുള്ളൂ. പക്ഷെ എന്തായാലും നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. ഈ കാര്യം ഞാൻ ആദ്യമേ പറയാം കേട്ടോ. കാരണം വെറുതെ കുറെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആവത്തില്ല. പക്ഷെങ്കിൽ ഇന്നെ വെച്ച് നോക്കരുത് പടം ഇതൊരു ആന്റണി വർഗീസ് പെപ്പെ, അല്ലെങ്കിൽ ഒരു രവി ബസൂർ, അല്ലെങ്കിൽ ഒരു പോൾ ജോർജ്, അല്ലെങ്കിൽ ഒരു ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് സംഭവമായിരിക്കും ഈ പടം എന്നാണ് എനിക്ക് പറയാനുള്ളത്.